ചേട്ടാ അവിടെ എങ്ങനെയാ ആണല്ലേ? പാലപ്പത്തിന്റെ പോസ്റ്റർ എപ്പോഴാണ് നിൽക്കണം? ഒരു ആശംസ പറയാൻ പറ്റുമോ പടത്തിനെ പറ്റി? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ VK പ്രകാശ് സാറിന്റെ എല്ലാ സിനിമകളും നമ്മൾ ഗംഭീരമായിട്ട് കാണുന്നതാണ്. സാറിന്റെ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു സിനിമ ഇറങ്ങിയിരിക്കുകയാണ്, പാലും പഴവും. ഇന്ന് കണ്ടിരുന്നോ? പാലും പഴവും കൈകളിലേന്തി. നല്ലൊരു സിനിമയാണ്. കാരണം പെരേരയും സിനിമ കണ്ടു, പെരേരയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. ചേട്ടൻ കേട്ടോ പടം? ഞാനും കണ്ടു. നല്ലൊരു മൂവിയാണ്, കാണേണ്ട ഒരു സിനിമയാണ്, ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട സിനിമയാണ്. അതേപോലെ ആർട്ടിസ്റ്റുകളൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആണല്ലേ? അതുപോലെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ മീരാസ്മയുണ്ട്, അശ്വിൻ ഉണ്ട്. മീരാസ്മിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ സിനിമയെ കുറിച്ച് പറയാം. വേറെ കാര്യമുണ്ട്. സുഹൃത്ത് അടുത്ത് അലിൻ ജോസ് പെരേരനെ അറിയില്ലേ? അലിൻ ജോസ് പെരേരനെ അറിയില്ലേ? സോഷ്യൽ മീഡിയ റിവ്യൂവർ. അദ്ദേഹത്തിന്റെ ഒരു ജീവിത കഥയായിട്ട് ഒരു സാമ്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ലൈഫായിട്ട് സാമ്യമുള്ള ഒരു സിനിമയാണ് പാലും പഴവും, അല്ലേ? അങ്ങനെ ചിലർ പറഞ്ഞു കേട്ടല്ലോ മിസ്റ്റർ ആങ്കർ, പറഞ്ഞിട്ടില്ലേ? പാലും പഴവും എല്ലാവരും കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പാലും പഴവും കഴിച്ചൊരു സംതൃപ്തിയോടെ തിരിച്ചു പോകാൻ. ആശംസയുടെ എന്താ പറയുക? ആശംസയുടെ എല്ലാവരും സിനിമ വന്ന് കാണുക. ആരാണ് നായകൻ എന്ന് പറയാമോ? നായകന്റെ പേരെന്ന് പറഞ്ഞ പുള്ളി അനുരാഗം സിനിമയിലെ നായകനാണ്. പേര് എത്ര കിട്ടും? അശ്വിൻ ജോസ് എന്ന് പറയോ? എന്തോ അശ്വിൻ ജോസ് എന്നാണ്. അശ്വിൻ ജോസ്, അത് തന്നെ. അത് അദ്ദേഹം 1-2 സിനിമകളിലൊക്കെ നല്ല ക്യൂനിലൊക്കെ ചെയ്തു. അതുപോലെ ഒരു ആക്ഷൻ പടത്തിലൊക്കെ ചെയ്തിരുന്നു. നമ്മുടെ മീരാസ്മി കുറച്ചുകൂടി നമ്മുടെ 90s പടങ്ങൾ ചെയ്ത വ്യക്തിയാണല്ലേ? അപ്പൊ ലാലേട്ടനൊപ്പം ദിലീപേട്ടൻ്റെ ഒപ്പം ഒക്കെ വിനോദയാത്ര ചെയ്തു. പിന്നെ സ്വപ്നക്കൂട് രാജുവായിട്ടൊപ്പം ചെയ്തു. ഇപ്പോൾ നമ്മുടെ അശ്വിൻ്റെ ഒപ്പം എത്തി നിൽക്കുകയാണ്. എപ്പോഴും നമ്മൾ കാണുന്നത് നരേൻ്റെ ഒപ്പമാണ് മീരാസ്മിൻ അഭിനയിക്കുന്നത്. ഇത് തീർത്തും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ പോസ്റ്ററിൽ ഇപ്പോൾ അശ്വിൻ ജോസിനൊപ്പം. എൻ്റെ പേര് അലിൻ ജോസ് എന്ന് പറയുന്ന പേരൊക്കെ പേരും അലിൻ ജോസ് ഉണ്ട്, അശ്വിൻ ജോസ് ഉണ്ട്. പേരും ഇതുപോലെ വരട്ടെ. കാരണം തലതെറിച്ചവനൊക്കെ ചെയ്തുകൊണ്ട് ഒരു സിനിമ കിട്ടി. പിന്നെ റസാഖ് മട്ടാഞ്ചേരിയുടെ ഇനിയും തലതെറിച്ചവൻ വരുമ്പോൾ മലയാള സിനിമയിൽ വാഗ്ദാനമായി അലിൻ ജോസ്. അപ്പോൾ ഓക്കെ, താങ്ക് യു മച്ചാനെ, നന്ദി.